ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി അതിൻ്റെ ഗെയിൻ തുടർന്ന് 4ാമത്തെ ദിവസം തുടർച്ചയായിട്ട് ഇന്ന് നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നിഫ്റ്റി മുകളിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് HDFC ബാങ്കാണ്. HDFC ബാങ്കിൻ്റെ ശക്തമായിട്ടുള്ളൊരു പിന്തുണ കാരണം ബാങ്ക് നിഫ്റ്റിയും എസ്പെഷ്യലി ഫിൻ നിഫ്റ്റിയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നിഫ്റ്റിനേക്കാൾ ഏറെ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയാണ് ശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തിയത്. ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഒരു പ്രകടനം ഇന്ന് വളരെയധികം ശ്രദ്ധാകേന്ദ്രമായിരുന്നു. ഇൻഷുറൻസ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ GST കട്ട് ചെയ്യുന്നു എന്നുള്ള ന്യൂസും HDFC ലൈഫ്, മാക്സ് ഫിനാൻസ് തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. റിയാലിറ്റി കമ്പനിയായിട്ടുള്ള ഒബ്രോയിന് നൊമാറ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്ത് കാരണം ഒബ്രോയി റിയാലിറ്റി നേട്ടം കൈവരിച്ചു. ജിൻഡാൽ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സിസിനോൺ എനർജി 3% റാലി രേഖപ്പെടുത്തി. ഡിഫൻസ് സ്റ്റോക്കുകൾ ശക്തമായിട്ടുള്ള റാലിയിലാണ്. 21,772 കോടി രൂപയുടെ പ്രൊക്യൂർമെൻ്റാണ് ഈ ഡിഫൻസ് കൗൺസിൽ അംഗീകാരം കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസഡോഗ് തുടങ്ങിയ സ്റ്റോക്കുകൾ വീണ്ടും ശ്രദ്ധ കേന്ദ്രമായിട്ടുള്ളത്. പ്രൊമോട്ടേഴ്സ് ഇവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ്. മാമാ എർത്തിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള ഹൊനാസ കൺസ്യൂമേഴ്സ് ഇന്ന് 7% നേട്ടം കൈവരിച്ചു. ഇത് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് റിലയൻസ് പവർ, ഈ എനർജി, ഈ ഒരു റിന്യൂവബിൾ എനർജി കോർപ്പറേഷൻ റിലയൻസ് പവറിന് ഒരു റീബാർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വിഡ്രോ ചെയ്തു. അപ്പോൾ ആ ഒരു ന്യൂസും റിലയൻസ് പവറിന് ഗുണകരമായിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പൺ റേഞ്ച് ശക്തമായിട്ടുള്ളൊരു റാലി, പെട്ടെന്ന് തന്നെ ഒരു സഡൻ ഫോൾ, ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ 100ഓളം പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി 24,380 ലോ ക്രിയേറ്റ് ചെയ്തു. അവിടെ നിന്ന് നിഫ്റ്റി വീണ്ടും പതിയെ റിക്കവറി രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ നിന്ന് പ്രധാനമായിട്ടും HDFC ലൈഫ്, HDFC ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽ, NTPC, ബജാജ് ഫിൻസർവ തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 2.5% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ എയർടെൽ, സിപ്ല, ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ്, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 96,000, $2,000 റാലി, ബ്രന്റ് ഓയിൽ 74, ഗോൾഡ് $2,642 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് 14.195, ഡോ ഫ്യൂച്ചർ വളരെ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. എന്നാൽ AS200, ഓസ്ട്രേലിയ, കോസ്പി കൊറിയ, ഷാങ്ഹായ്, ചൈന എല്ലാം നെഗറ്റീവാണ്. FTSE UK മാർക്കറ്റ് നെഗറ്റീവാണ്. അതുപോലെ തന്നെ മറ്റുള്ള CAC 40 ഫ്രാൻസ് മാർക്കറ്റും ഫ്ലാറ്റാണ്. എന്നാൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് അതീവ ബുള്ളിഷാണ്, 160 പോയിന്റിൻ്റെ റാലി. ഇനി നമുക്ക് നേരെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കാം. നിഫ്റ്റി സ്പോട്ട് 24,467, PCR ഏറ്റവും ടോപ്പിൽ കാണാം 1.1, പുട്ട് 24,000 ആണ് ഏറ്റവും മേജർ സപ്പോർട്ട് സോൺ. അത് പൊട്ടാണെങ്കിൽ 23,800, പക്ഷേ 24,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് സോൺ 24,800, 25,000 ആണുള്ളത്. അപ്പോൾ 24,800, 25,000 പൊട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിക്ക് പ്രതിരോധം വീണ്ടും 25,500 പോയേക്കാം. എനിവേ നമുക്ക് പ്രതിരോധം അല്ലെങ്കിൽ സപ്പോർട്ടൊന്നും തന്നെ പ്രഡിക്റ്റബിൾ അല്ല. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ അനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതൊരു അനാലിസിസ് ആണ്, അതൊരു പഠനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂസിൽ ഉൾപ്പെടുത്തുന്നത്. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കുറഞ്ഞ ഫീസിൽ കൊച്ചിയിൽ വന്ന് ഇരുന്ന് ഓഫ്ലൈനായിട്ടും ഇനി വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും ഓൺലൈനായിട്ടും പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാം, കോഴ്സ് ഡീറ്റെയിൽസും ഫീസ് കൊടുക്കാം. സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് വരുമ്പോൾ അപെക്സ് എക്കോടെക് ബമ്പർ ഹിറ്റ് 90% ലിസ്റ്റിംഗും കിട്ടി. ഇപ്പോൾ IPO കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും സന്തോഷം പങ്കുവെക്കുക. ഞാനിപ്പോൾ പേഴ്സണലി IPO അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് നാളായി. IPO അപ്ലൈ ചെയ്യുക, ലിസ്റ്റിംഗ് ഗെയിം കിട്ടുക എന്ന് പറയുന്നത് ഒരു ലക്കാണ്, വേറെ എഫേർട്ടൊന്നുമില്ല. നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷനുള്ള IPOസിൽ ട്രൈ ചെയ്യുക, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ബജാജ് ഓട്ടോ ഇന്ന് സ്റ്റോക്ക് ഫോൾ ആയല്ലോ. പ്രധാന കാരണം എന്താ? ഇവിടെ ഫ്രീഡം 125 CNG ബൈക്കിൻ്റെ വില കുറച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ഫോൾ ആവാനായിട്ട് കാരണം. ഒരു കമ്പനി ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ സ്റ്റോക്കിന് ഗുണം ചെയ്യും, വില കുറയ്ക്കുമ്പോൾ സ്റ്റോക്കിന് ദോഷം ചെയ്യും. രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് കമ്പനി 8% റാലി രേഖപ്പെടുത്തി. ഇവർക്ക് നവംബറിൽ ഇവർക്ക് മികച്ച ഒരു സെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്രോയ് റിയാലിറ്റി നമ്മൾ ന്യൂസ് കണ്ടിരുന്നു. നൊമോറ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രോക്കറിംഗ് സ്ഥാപനം ഒബ്രോയ് റിയാലിറ്റീനെ അപ്ഗ്രേഡ് ചെയ്തു. ബോംബെയിലെല്ലാം തന്നെ വലിയ തോതിൽ പ്രോജക്റ്റുകളെല്ലാം തന്നെ
പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. എല്ലാ നഗരങ്ങളിലും ഈ റിയൽ എസ്റ്റേറ്റ് മുന്നോട്ട് പോവുകയാണ്. ഇത് റിയൽ എസ്റ്റേറ്റ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച വരുന്ന RBI മോണിറ്ററി പോളിസിയാണ്. അപ്പോൾ അതിൽ റേറ്റ് കട്ട് ഉണ്ടാകുമോ, പോസ് ആകുമോ എന്നുള്ളതൊക്കെ ബാങ്കിങ് റിയാലിറ്റി കമ്പനീസിനെ ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. നമുക്ക് ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോ റിവേഴ്സ് നിരക്കുകളെല്ലാം തന്നെ നമ്മളെ ലോണിനെ ബാധിക്കും. ആർട്സ് ആൻഡ് അഗ്രോ കമ്പനി അരുൺ ഐസ്ക്രീം എന്ന് കേട്ടിട്ടുണ്ട്. ഈ അരുൺ ഐസ്ക്രീം ആർട്സ് ആൻഡ് അഗ്രോയുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇന്ന് സ്റ്റോക്കിൽ നിന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ ഇവരെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ICC സെക്യൂരിറ്റീസ്. PB ഫിൻടെക് കമ്പനി 52 വീക്ക് ഹൈയിലാണുള്ളത്. ഇവർ പ്രധാനമായിട്ടും ഹെൽത്ത് കെയർ സബ്സിഡിയറി ഇവർ ലോഞ്ച് ചെയ്യുകയാണ്. സ്റ്റീൽമാൻഡ് ടെലകോം കമ്പനി 20% അപ്പർ സർക്യൂട്ടാണ്. 147 കോടി രൂപയുടെ ഓർഡർ റിലയൻസ് ജിയോയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. സൊമാറ്റോ കമ്പനി CLSA ഇവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. CLSA എന്ന് പറയുന്ന റേറ്റിംഗ് സ്ഥാപനമാണ്. അബപറാൻ സ്റ്റീൽ കമ്പനി ഇവർ ഏകദേശം 9% ഇഷ്യൂ പ്രൈസ് ആയിട്ടുള്ള 75 രൂപയിൽ നിന്ന് ഉയർന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാൻ എനർജി കമ്പനി ഇവർ ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർക്ക് ഇവരുടെ ഷിപ്പ്യാർഡ് ബിസിനസ്, കോസ്റ്റ് ഗാർഡ് വെസൽസ് സർവീസുകളെല്ലാം തന്നെ ഇവരുടെ പ്രൊഡക്ഷൻ പുനരാരംഭിച്ചു. L&T ടെക് കമ്പനിക്ക് ഇവർക്കൊരു മൾട്ടി ഇയർ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. $50 മില്യൺ ഓർഡറാണ് ഗ്ലോബൽ നെറ്റ്വർക്ക് പ്രൊവൈഡർ, US ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലോബൽ നെറ്റ്വർക്ക് പ്രൊവൈഡറിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ലൂമാക്സ് ഓട്ടോ കമ്പനി ഇവർ ഗ്രീൻ ഫ്യൂൽ എനർജി കമ്പനീസിനെ അക്യൂർ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. കൊച്ചി കേന്ദ്രമായിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് കമ്പനിയായിട്ടുള്ള വണ്ടർലയും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടർലക്ക് ഭുവനേശ്വർ, ഒറീസ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവരുടെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും റിസോർട്ട് ബിസിനസ്സുകളെല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. DLM കമ്പനി ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. 500 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ളൊരു റൂഫ് ടോപ്പ് സോളാർ പവർ പ്രൊജക്റ്റാണ് ഇവർ മൈസൂറിലും കൂടാതെ തന്നെ കർണാടകയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇവർ സൈൻ ചെയ്തത്. IPO വരുമ്പോൾ പ്രോപ്പർട്ടി ഷെയർ കമ്പനിയായിട്ടുള്ള കമ്പനിയായിട്ടുള്ള പ്രോപ്പർട്ടി ഷെയർ ഒരു 1.19 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. NTPC ഗ്രീൻ സ്റ്റിൽ 10% ലിസ്റ്റിംഗ് ഗെയിൻ. സ്റ്റോക്ക് മുന്നോട്ട് പോവുകയാണ്. നസാറ മൊബൈൽ ഗെയിമിംഗ് കമ്പനിയാണ്. ഇവർ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഡിവിഡൻഡ്, IPO, മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ട്രേഡ് ബഡി എന്ന ടാബിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽ ന്യൂസ് ഷെയർ ചെയ്യുന്ന ടെലഗ്രാം ചാനലാണ്. അതിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.